അസ്സലാമു അലൈക്കും എവ്രിവൺ. ഇന്ന് നമുക്ക് എല്ലാ മെഹന്തി ആർട്ടിസ്റ്റിനും ഏറ്റവും ഫേവറേറ്റ് എലമെൻ്റായ വൈൻസ് എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു തിന്നായിട്ടൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് മേലെ ഒരു ഡോട്ട് കുറച്ച് തിക്കായിട്ട് പ്രഷർ കൊടുത്തിട്ട് ഒരു ഡോട്ട് വരച്ചിട്ട് താഴത്തേക്ക് തിന്നായിട്ട് ഡ്രാഗ് ചെയ്യുക. ഇത് തന്നെ നമ്മൾ താഴെ ഭാഗവും റിപ്പീറ്റ് ചെയ്യുക. ജസ്റ്റ് തിക്കായിട്ടൊരു ഡോട്ട് വരയ്ക്കുക, എന്നിട്ട് താഴത്തേക്ക് തിന്നായിട്ട് ഡ്രാഗ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെയിം ലൈൻ വരയ്ക്കുക. ഇതേമാതിരി തന്നെ തിക്കായിട്ട് ഡോട്ട് ഇട്ടിട്ട് താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് തിൻ ലൈൻ വരയ്ക്കുക. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ചെയ്തതിൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ജസ്റ്റ് ടോപ്പൊന്ന് ജസ്റ്റ് വലിച്ചു കൊടുക്കുക. അങ്ങനെ വലിച്ചു കൊടുക്കുമ്പം നേരത്തെ ചെയ്ത വൈൻസും ഇപ്പം ചെയ്ത വൈൻസും തമ്മിൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് രണ്ട് മെത്തേഡ്. ഇനി ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ്. ഏതൊരു ആൾക്കും മൈലാഞ്ചി ഇടാൻ അറിയാത്ത ആൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇനി അതെടുത്ത് പറയാൻ പോകുന്നത്. ഒരു സിംഗിൾ ലൈൻ വരയ്ക്കുക, വീഡിയോയിൽ കാണുന്ന മാതിരി മേലെ ഡോട്ടിടുക, താഴെ ഡോട്ടിടുക, എന്നിട്ട് ആ ഡോട്ട് പതുക്കെ താഴത്തോട്ട് വലിക്കുക. അതേപോലെ തന്നെ താഴത്തെ ഡോട്ടൊന്നും പതുക്കെ സൈഡിലേക്ക് ചെരിച്ചിട്ട് തിന്നാക്കിയിട്ട് വരയ്ക്കുക. ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേ ആണ്. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് കർവ് മെത്തേഡാണ്. ഫസ്റ്റ് ഒരു കർവ് വരയ്ക്കുക. കർവ് വരച്ചതിന് ശേഷം താഴത്തെ കർവിൽ ഒരു ഡ്രോപ്പ് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക. അഗെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അടുത്ത ഡ്രോപ്പ് വരയ്ക്കുക. ഇങ്ങനെ ഫിനിഷ് ചെയ്യുക. വൈൻസ് എപ്പോഴും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കീപ്പ് ഓൺ പ്രാക്ടീസിങ്. താങ്ക് യു.